ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം അനദർ ഡേ അനദർ വ്ലോഗായിട്ട് ഞാൻ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പരിപാടികളുണ്ട്. അതായത് ഞാൻ ഏറ്റെടുത്ത് നടത്തുന്ന കുറച്ചൊരു പരിപാടി, അതായത് സിമ്പിൾ പരിപാടി, വലിയ പരിപാടി, ഒരു ചെറിയൊരു ഷൂട്ടാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരാൾ അപ്രോച്ച് ചെയ്താണ്. അപ്പോൾ അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർക്ക് ഷൂട്ട് എടുക്കാൻ വേണ്ടി ഞാൻ തന്നെ പോകേണ്ട അവസ്ഥയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പുറത്തേക്ക് ഇറങ്ങാം. 3:30 എത്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4:30 എന്താ കൃത്യസ്ഥല്ലേ. ഓക്കെ, എന്താ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഇറങ്ങാം. സ്കിൻ കെയറും കാര്യമൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. ഓക്കെ, സമയം കളയാതെ പോകാം. ഫസ്റ്റ് ആളെ പിക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഐസെങ്ങനെ നമ്മൾ ലൊക്കേഷൻ എവിടെ? ഞാൻ ലൊക്കേഷൻ എത്തി. റോഡിലുണ്ട് ഞാൻ. ഈ കുറേ ചെടികളൊക്കെ ഉള്ള വീടാണോ? അറിയില്ല, നീ എന്താ റോഡോട്ടെ. ഞാൻ റോഡേ നിൽപ്പോണ്ട്. അതേപടി പൈസ അങ്ങനെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ ആൾ നമ്മൾ തൂക്കി അതിനെ കൊണ്ട് ഇവിടുന്ന് പനമ്പള്ളിക്ക് പോകണം. പനമ്പള്ളിക്ക് പോകുമ്പോൾ എളുപ്പമാർഗ്ഗം വല്ലതും മാപ്പ് ഇടുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. നേരെ പനമ്പള്ളിക്ക് പോകണം ഷൂട്ട് ചെയ്യണം. 5:30 ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന പറയണം. ഒരു 5 മണിക്ക് നമ്മൾ എത്തിയാൽ മതിയായിരുന്നു. നോക്കാം എന്തായാലും. ആളെന്തായാലും വരട്ടെ. 5 ആണ് വരുന്നത്. 5 നമ്മുടെ പണ്ടത്തെ നമ്മുടെ മൂവി ഡേറ്റ് വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും 5 വരാന്നുള്ളത്. 5 വരുന്നുണ്ട്. ഏറെ നേരത്തെ കാത്തിരിക്കുന്നത് ഇത് സിനിമാ നടി, ഷോർട്ട് ഫിലിം ആക്ടേഴ്സ്, പോലീസുകാർ. ഹെൽമെറ്റ് എടുത്ത് എനിക്ക് പാടുന്നില്ല. എൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ നടക്കത്തുള്ളൂ. ഇങ്ങനെ എടുത്താൽ മതി. ഇങ്ങനെ എടുക്കുക. പിടിച്ചേ, ഇങ്ങനെ എടുക്കുക. എൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടെങ്കിൽ നടക്കത്തുള്ളൂ. കണ്ടാ പോവാ. ആദ്യത്തെ ആൾ നീ. പിന്നെ വേറെ കൊണ്ട് വരും. അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹത്ത് ഇട്ടിട്ടില്ലെന്ന് പറയാൻ പറ്റുമോ? 5 എന്നത് എന്താണെന്നറിയാമോ? ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടിയാണ്. അത് കാരണം ഒരുപാട് ഷോർട്ട് ഫിലിമിലും അതിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം. ഓക്കെ, സമയം കളയല്ല, നമ്മൾ പോട്ടെ എന്തായാലും. ഓക്കെ, വന്ന് അതായത് നമുക്ക് പനമ്പള്ളി ഷൂട്ട് ഉണ്ടായിരുന്നു. അവിടെ വന്ന് ഷൂട്ട് നടന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അല്ലു വന്ന്, പിന്നെ അഞ്ചു വന്ന്, എല്ലാവരും കൂടി ഷൂട്ട് ബഹളം അത് ഇതൊക്കെ ഇരുന്ന്. അല്ലുവിനോട് ഡ്രസ്സ് ഇട്ടിട്ടാണ് മറ്റേ പുറകെ ക്ലിപ്പ് വെച്ചിട്ടാണ് സെറ്റായത്. പുറകെ വരെ കെട്ടി വെച്ച്. ഇതെന്നത് പാൻറ്റുമായിട്ട് കയറിട്ട് കെട്ടി വെക്കുമ്പോൾ കുറേ ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് സെറ്റായത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട്. വി ആർ പ്ലാനിങ്. നമുക്ക് ഇതുവരെ ഒരു സ്പൈഡർമാൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. വിഷമം. അത് കാരണം സ്പൈഡർമാൻ ടിക്കറ്റ് ഇന്ന് 1:10 ടിക്കറ്റ് കാണിക്കുന്നുണ്ട്. സോ അതിന് പോയാൽ കൊള്ളാം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താകും എങ്ങനെയാണെന്ന് അറിയത്തില്ല. പ്ലാൻ മാത്രമേ ഉള്ളൂ, നടക്കുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. ഇത് നമ്മുടെ ഷോപ്പ് വരുന്നത് അവിടെ പനമ്പള്ളിയാണ്. ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ മാൻഷൻ ബട്ടീക്ക് ഡിസൈൻ ഫോർ വുമൺ എന്ന് പറയുന്നത് നമ്മുടെ ജിജോ ബ്രോ ഇല്ലേ, ജിജോ ബ്രോയുടെ വൈഫിൻ്റെയാണ്. നമ്മുടെ ലേസറിൻ റിസോർട്ടിൻ്റെ ഒക്കെ ജിജോ ബ്രോ ഇല്ലേ, നമ്മൾ ഹൗസ് ബോട്ടിലും മൂന്നാറൊക്കെ പോയത്, അത് ജിജോ ബ്രോയുടെയാണ്. അപ്പം നൈസാണ്. നിങ്ങൾ നോക്കി ഇഷ്ടപ്പെട്ട് സെറ്റ് ചെയ്യുക. ഓണത്തിലൊക്കെ പർച്ചേസിങ് ഇവിടെ വന്നാൽ ഡിസൈനേഴ്സ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം അവരെ ഡിസൈൻ ചെയ്ത് സെറ്റാക്കി തരും. അവിടെ ഷൂട്ട് കണ്ടിന്യൂ. അല്ലുവിൻ്റെ സാധനം നടന്നുകൊണ്ടിരിക്കുന്നു. എടുത്തോ? നമ്മൾ പോകാനായിട്ടിരുന്നപ്പോഴത്തേക്കും 2 അമ്മായിമാർക്കും വയ്യ. 2 പേരും തളർന്ന്. പക്ഷേ വേറെ പോകാത്ത കാര്യം വേറൊന്നുമില്ല, മഴ കാരണം പോകാൻ പറ്റുന്നില്ല. ഇത് വൈകുന്നേരം മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അല്ലേ വൈകുന്നേരം ഇത് ഇത്രയും നേരം മഴയായിരുന്നു. വണ്ടി എടുക്കാനായിട്ട് പോയി, വണ്ടിയും കൊണ്ട് വരുമ്പോൾ ഇനി മഴ കാണത്തില്ല. അല്ലോ വൈകുന്നേരം കൊച്ചിൻ കോക്ടെയിൽ മേടിച്ചു തരുമോ? അല്ലുവിനെ പോലെ തന്നെ സൗന്ദര്യമുള്ള ആൾക്കാരല്ലേ നമ്മളെ സ്പോൺസർ ചെയ്യുന്നത്. അല്ലുവിന്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബറിൽ വരുന്നത്. സെപ്റ്റംബറിൽ ആഗസ്റ്റ് ടക്കനെ പോവും. കൊള്ളാം. നൈസ് ബാഗ്. അല്ലുവിന്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി കേരളം വിട്ട് നമ്മൾ പുറത്തു പോകുന്നത്. കേരളം വിട്ട് ആലപ്പുഴ. അന്ന് അല്ലുവിന്റെ അല്ലുവിന്റെ നമ്മളുടെ സ്പോൺസർ. നമുക്ക് നല്ല 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 ബിരിയാണി ഒതന്റിക്. ആണോ? വയനാട്ടിൽ പോണേ പോവാ. നമുക്ക് അടുത്ത മാസം നമുക്ക് ഫുള്ള് ട്രിപ്പ് ആക്കിയോ. നമുക്ക് ട്രിപ്പ് വേണം. എല്ലാ മാസവും ഒരു ട്രിപ്പ് വേണം. ഈ മാസം എന്ന് പോവാ? ഈ മാസം നീ വരുന്ന ചാലക്കുടി ഒരു സ്ഥലമുണ്ട് വരുന്ന. കഴിഞ്ഞ മാസം ആലപ്പുഴ, ഈ മാസം അല്ല കഴിഞ്ഞ മാസം ഈ മാസം ആലപ്പുഴ. ഇനിയിപ്പം ഓഗസ്റ്റില്, ജൂലൈയില് ആലപ്പുഴ, ഓഗസ്റ്റില് തൃശ്ശൂര്, സെപ്റ്റംബറില് കൊടൈക്കനാൽ. എല്ലാ മാസവും ഒരു ട്രിപ്പ്. അതായിരിക്കണം നമ്മൾ അജണ്ട. അത് റീലെടുത്ത് പോസ്റ്റ് ചെയ്യണല്ലോ. വേറെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് റീലൊക്കെ എന്ത് അന്ന് എടുത്ത ഷോർട്സ് ഒക്കെ എന്ത്. ഒരാള് ഭയങ്കര വലിയ കാര്യത്തെ ഇവിടുന്ന് യൂട്യൂബിൽ വോയിസ് ഓവർ കൊടുത്താൽ മതി. വോയിസ് ഓവർ കൊടുക്കാനായിട്ട് എനിക്കൊരു പേഴ്സണൽ സ്പേസ് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. മഴയത്ത് മൊത്തം അലമ്പ്, ഒന്നും ഇറങ്ങാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല.
അവസാനം അല്ലുവിന് അപ്പുറത്ത് ഒരു HP ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അല്ലുവിനെ അവിടെ കൊണ്ടാക്കിയിട്ട് നമ്മൾ തിരിച്ചു വന്നവന് വണ്ടി എടുത്തിട്ട് പിന്നെ അത് കഴിയുമ്പോഴത്തേക്കാണ് സാബ് വണ്ടിയുടെ താക്കോൽ എടുക്കാൻ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ വണ്ടി എടുത്തിട്ട് പോയി അല്ലുവിൻ്റെയും താക്കോലും മേടിച്ചിട്ട് തിരിച്ചുകൊണ്ട് സാബിൻ്റെ കൊടുത്ത് സാബ് പോയിട്ട് ഞാൻ അഞ്ജുവിനെ കൊണ്ടാക്കിയിട്ട് ഇപ്പം തിരിച്ച് നമ്മൾ എവിടെ വന്നിരിക്കുക ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ മാത ഹോട്ടൽ, നമ്മുടെ കലൂരുള്ള പുതിയതായിട്ട് ഇറങ്ങിയ മാത ഹോട്ടൽ, അവിടെ കഴിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അല്ലും സാബും അകത്തുണ്ട്. അപ്പോൾ ഞാനെന്താ രാത്രിയിലൂടെ ഇന്ന് ആപ്പടെ നേരം എടുത്തിട്ട് കഴിച്ചിരിക്കുന്നത് 4-5 ബ്രെഡും ന്യൂട്രല വിത്ത് ന്യൂട്രലാണ് കഴിച്ചത്. ഇപ്പോൾ ന്യൂട്രല കാരണം ബ്രെഡ് മേടിക്കുക, ന്യൂട്രലായിട്ട് കഴിക്കുക, ഇതാണ് പരിപാടി. സോ മാസാവസാനമല്ലേ, ഫണ്ട് ടൈറ്റാണ്. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു നേരത്തെ ഫുഡാക്കാം. അപ്പോൾ ഒരു നേരം 100-120-150 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് കഴിക്കാമല്ലോ, ഒരു നേരം കഴിക്കാമല്ലോ, അങ്ങനത്തെ പ്ലാനാണ്. അപ്പോൾ എന്തായാലും ഞാൻ അകത്തോട്ട് പോയിട്ട് സാബിനെ കണ്ടുപിടിച്ചപ്പോൾ കണ്ടുപിടിക്കുക. നല്ല തിരക്കുണ്ട് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ടി അല്ലു സ്നേഹനിധിയ അല്ലു നമുക്ക് വേണ്ടി എനിക്ക് ഫുഡ് വാങ്ങിച്ചു തന്ന് സാബിനും വാങ്ങിച്ചു കൊടുത്ത് എല്ലാം ചോദിച്ചു. അല്ലു എന്തിനാണ് എന്റെ മണിയില്ലല്ലോ അതിൻ്റെ കൂട്ടത്തിൽ. ഞാനെന്തോ നെയ്ച്ചോറ് പോകുമ്പോഴാണ് അച്ചാറ്, ചിക്കൻ ഫ്രൈ, സലാഡ്, പരിപ്പ് കറി, അങ്ങനെ എന്താ സംഭവം. മുട്ടയുണ്ട്. ഇത് കഴിച്ചിട്ട് വേണം നമ്മൾ നാളത്തേക്കെങ്കിലും സ്പൈഡർമാൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. ഇന്നും ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ല. അതാണ് നാളത്തേക്കെങ്കിലും നമ്മൾ ബുക്ക് ചെയ്യും. ഇന്ന് തന്നെ ബുക്ക് ചെയ്ത് വെക്കും. നാളെ നമ്മൾ ആരെയും നോക്കത്തില്ല, നമ്മൾ 3 പേരെങ്കിൽ 3 പോകും. ഞാൻ കഴിച്ചിട്ടുണ്ട് ആദ്യമേ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിക്ക് നമ്മൾ കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മൾ മാതയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ എന്താ പറയുക നാളത്തേക്കൊക്കെ ടിക്കറ്റ് നോക്കി. അതായത് നാളത്തേക്ക് സ്പൈഡറിൻ്റെ ടിക്കറ്റ് വേണ്ടി കുറേ നോക്കി. ഇന്ന് രാത്രി കിട്ടുമെന്ന് കുറേ ഇരുന്നോട് നോക്കി. എന്നിട്ട് ഒരു രക്ഷയിലാണ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ നേരെ എന്ത് ചെയ്ത് നേരെ നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് വന്നു. സ്റ്റേഡിയത്തിലേക്ക് അങ്ങനെ ഇരുന്ന് അപ്പോഴത്തേക്കും പിന്നീട് അവസാന നിമിഷം ട്രൈ എന്നും പറഞ്ഞ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും എന്താ പറയുക ഒബ്രോ മള്ളിൽ 11:15 ടിക്കറ്റ് കിട്ടി. അവസാന നിമിഷം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് PVRൻ്റെ ആപ്പെടുത്ത് ഈ ആപ്പെടുത്ത് അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടി ഗൈസ്. അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടി. അവസാനം പറന്നടന്ന് ബുക്കിംഗ് ആയിരുന്നു. 3 ഫോണിലായിട്ട് ബുക്ക് ചെയ്തിരിക്കുക. റഹ്മാൻ്റെ ഫോണിൽ റഹ്മാൻ്റെ ബുക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫോണിൽ 3 ബുക്ക് ചെയ്തിട്ടുണ്ട്, സാബിൻ്റെ ഫോണിൽ 2 ബുക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോണിന് ഒരു ഓട്ടമായിരുന്നു ആ സമയത്ത്. ഭയങ്കര ഓട്ടമായിരുന്നു. നമ്മളിപ്പോൾ നേരെ അതാണ് നമുക്ക് 10:45 ടിക്കറ്റ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കിട്ടിയത്. അപ്പോൾ 11:15 ഇവിടെ നമ്മൾ നേരെ ഒബ്രോമാളിലേക്ക് അത് അടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തപ്പോഴത്തേക്കും ബ്ലോക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ബ്ലാക്ക് അവസാനം അറ്റ് ലാസ്റ്റ് നമ്മൾ നാളെ രാവിലെ പോകാന്ന് പറഞ്ഞ് നോക്കിയത്തേക്കാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയാണ് കിട്ടുമോ ഇല്ലെന്നൊരു പ്രതീക്ഷ നോക്കുക. അതായത് നമ്മൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച് അവസാനം കിട്ടും. ഓടിവാടാ 11:15 ഓടിവാടാ. അനു ഇജി കണ്ടിട്ടുണ്ടോ സ്പൈഡർമാൻ? ഇതിന് മുന്നത്തെ കണ്ടിട്ടുണ്ടോ? ഏതാ കണ്ടിട്ടുണ്ട്? സ്പൈഡർമാൻ കണ്ടിട്ട് ചിലന്തി മാപ്പിള് എവിടെ വെച്ചുണ്ട്? വീണ്ടും ഇതിലേക്കാണ് ഭിത്തിയിലേക്കാണ്. ഓ ചിലന്തി വരും വല എവിടെ ആയില്ല. ആ പുറത്ത്. അയ്യോ ഇപ്പൊ ഫുഡ് കോർട്ടിന്റെ മുകളിലല്ലേടാ 11:22 ഓടിക്കൂടാ. ആ ടിക്കറ്റ് ഉണ്ട്. ഇല്ല അതെന്റെ ഇല്ല, ഇതെന്റെ ഇല്ല. ഇത് ഏതിലാണ്? PVR കിടക്കണം. PVR ടിക്കറ്റ് എവിടെയാണ്? ഇങ്ങനെ ഇവിടെ ഉണ്ടാ ഇതിന് ടിക്കറ്റ് എവിടെയാണ്? പറന്നുറങ്ങാറായിട്ടുണ്ട്. 3 പേര് പോയി ബാക്കുൽ എയർപോർട്ട്. നമ്മുടേത് K15-16 മിനിറ്റ്. അല്ലൂടെ ആ സമയത്ത് നിങ്ങളുടെ ടിക്കറ്റ് അല്ലാടെ നിങ്ങളുടെ ടിക്കറ്റ് അയച്ചോട്. ആര് അല്ലു ആ സമയത്ത് മുന്നിൽ നമ്പിരിക്കും. അല്ലയോടെ തുടങ്ങിയിട്ടില്ല. എന്ത് തിരക്കോ.
എന്ത് തിരക്കാണ് പൊളിച്ച് ഫുള്ളല്ലേ പറ്റി രണ്ടെണ്ണം ആ സമയമാകുമ്പോൾ ഓടിപ്പോയി മുത്തറിക്കും സംസാരിക്കും ബാത്റൂമിൽ മാത്രം എവിടെയാ പോയിട്ട് വാ തള്ളേ കാത്ത് കാത്ത് വെച്ചൊരു ചെമ്പനീർ പൂവും കൊണ്ടെന്ന് പറയുമ്പോൾ കാത്ത് കാത്തിരുന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടി ഓ പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സത്യം പറയണം എനിക്ക് PXD പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്ക് ഈ കണ്ണടിച്ചിരുന്ന കണ്ണുവേ എടുക്കാനുണ്ടായിരുന്നു കണ്ണുവേണ്ട ഞാനപ്പോ ഇടക്കിടക്ക് ഇങ്ങനെ ഇടും ഇടക്കിടക്ക് ഇങ്ങനെ മുർഷിവിന് ഇടയ്ക്ക് മറ്റേ ഇതും നോർമൽ ഇതും അല്ലാത്തത് അങ്ങനെ കണ്ടിരിക്കെ സീരിയസ്ലി പറഞ്ഞ ഇവിടെ നല്ലൊരു 3D തിയേറ്റർ ഇല്ല ഇവിടെ ഇല്ല ഞാനില്ലേ കണ്ടത് ഹൈദരാബാദ്. ലുലുമാൾ പിവറിലെ അടിപൊളിയാ അവിടെ 4DX അടിപൊളി സാധനം പക്ഷെ PXL നല്ലതായിരുന്നു പക്ഷെ നമുക്ക് PXL കിട്ടില്ല പക്ഷേ സ്പോയിലർ വരാതിരിക്കാൻ ആ ഒരു ക്യൂരിയോസിറ്റി ആ ഒരു ഇതുണ്ടല്ലോ അത് കാണാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് പോകുന്നത് ഇല്ലെങ്കിൽ ഞാൻ PXL പോയി കാണത്തുള്ളായിരുന്നു PXL മറ്റേ ഹൈദരാബാദ് ഒരു സ്ക്രീൻ ഉണ്ടല്ലോ അത് കിടില്ലെന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു ലെവലാന്ന് പറഞ്ഞിട്ട് എന്തായാലും എല്ലാരും ഇറങ്ങാൻ വേണ്ടി നമ്മൾ എല്ലാരും ആരും ഇറങ്ങിയിട്ടില്ല എല്ലാരും എന്തെങ്കിലും ഉണ്ടാവും ആകാംക്ഷയുടെ കാത്തിങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ അറിയാൻ നോക്കാൻ എന്തായാലും അല്ലോ അഭിപ്രായം പറയൂ കണ്ടെന്നെല്ലാം കൊള്ളാം പക്ഷേ വിഷ്വൽ ട്രീറ്റ് കുറവായിരുന്നു അത് ഞാൻ പറയട്ടെ നമ്മൾ കണ്ട സ്ക്രീനിന്റെ കുഴപ്പമാണ് അല്ല ആക്ച്വലി വിഷ്വൽ ട്രീറ്റ് കുറവായിരുന്നു വിഷ്വൽ ട്രീറ്റ് പക്ഷേ ഞാൻ പറയട്ടെ ചിലപ്പോൾ നമ്മൾ തിയേറ്റർ ഒരു വാവ് ഫാക്ടർ ഇല്ലായിരുന്നു തിയേറ്റർ വാവ് ഫാക്ടർ ഉണ്ടായിരുന്നു മറ്റേ ആ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഭയങ്കര ഇമോഷനൊക്കെ നല്ലൊരു സങ്കടം നല്ലൊരു കണ്ണീര് തോന്നിട്ടിരിക്കുന്നു എൻ്റെ കണ്ണ് അനു ഈ എന്തിനാ അതായത് വൈകുന്നേരം വരുന്നത് എന്തിനാ നേരത്തെ അത്ര നേരം ഇരുന്നെന്നറിയാവോ എന്തുകൊണ്ട് അവൻ അവളെ മറന്നെന്നറിയാവോ എന്തിനാ മറന്ന എന്തിനാ ചോദിച്ചിട്ട് നമുക്ക് അറിഞ്ഞു എന്തിനാ ചോദിച്ചിട്ട് അവൻ അവളെ മറന്ന കാര്യം എന്താന്ന് വെച്ചാൽ അത് കഴിഞ്ഞില്ല എപ്പം മറന്നെന്ന് എങ്ങനെ മറന്നതൊക്കെ ചോദിക്കണേ അയ്യോ ചിക്കൻവേ ഞാൻ പകുതി വെച്ച് ഉറങ്ങിപ്പോയി ഞാൻ അറിയൊന്നുമില്ല ദാസേട്ടൻ അറിഞ്ഞു അവസാനം സിരോസ്കോപ്പിയുടെ ഫൈറ്റ് ഉള്ളത് അയ്യോ നിറയെ സ്ഥലം ഉണ്ടാ ദാസന്റെ അടുത്തു കച്ചമ്പറ ഓക്കെ അപ്പോൾ ഇന്നലെ പടവും കഴിഞ്ഞ് വന്നിറങ്ങി അവിടെ നിന്ന് ലിഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഭയങ്കര ഹെഡേക്ക് ഭയങ്കര എനിക്ക് കണ്ണാടി വെച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഭയങ്കര ഹെഡേക്ക് ആയിരുന്നു പിന്നെ ഫോണിലും ചാർജ് ചെയ്തായിരുന്നു മഴ അങ്ങനെ മൊത്തത്തിൽ അലമ്പായിരുന്നു പക്ഷേ ഓരോ പടം പറയാന്നുണ്ടെങ്കിൽ കിടിലായിരുന്നു പക്ഷെ എനിക്കൊന്ന് 3D കണ്ടിട്ട് അത്രക്കൊരു സുഖം വന്നില്ല 3D കണ്ടിട്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയുക അല്ലെങ്കിൽ നമ്മൾ കണ്ട തിയേറ്ററിനോടൊപ്പം എന്താണ് നിങ്ങളൊരു അഭിപ്രായം പറയുക പക്ഷേ ഓരോ മൂവി കിടിലായിരുന്നു നല്ലതായിരുന്നു ഒരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു ഇമോഷൻ ഉണ്ടായിരുന്നു ആക്ഷൻ ഉണ്ടായിരുന്നു വിഷ്വൽ ഇതുണ്ടായിരുന്നു കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു 3D എഫക്റ്റിലുള്ള സീനൊക്കെ ഉണ്ടായിരുന്നു സോ കൊള്ളാം നിങ്ങൾ എത്രയും പെട്ടെന്ന് മിസ് ചെയ്യാതെ കാണുക തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക നല്ല തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയ്ക്ക് നമ്മുടെ കുഞ്ഞു വീഡിയോ ഞാൻ ഇൻട്രോ ഇന്ന് എടുക്കുന്നത് രാവിലെയാണ് ഫുള്ള് മഴയാണ് സോ എല്ലാവരും സൂക്ഷിച്ച് ടേക്ക് കെയർ ആയിട്ടൊക്കെ ഇരിക്കുക അധികം പുറത്തേക്കൊന്നും ഇറങ്ങാണ്ടിരിക്കുക അത്യാവശ്യം മാത്രം പുറത്തിറങ്ങുക അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും ചിന്തിക്കുമ്പോഴേക്കും വണക്കം.